നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ റിപ്പോർട്ട് അവൻ വാങ്ങാൻ പോകുന്ന വഴി, അല്ലെങ്കിൽ തിരിച്ചാ റിപ്പോർട്ടുമായിട്ട് അവൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവനെ നടു റോഡിലിട്ട് തീർക്കണം. രാജു, നീ വീണ്ടും ഇവിടേക്ക് വലിഞ്ഞു കയറി വരാൻ പോവുകയാണോ? ഇല്ല, അത് നടക്കില്ല. ഈ അംബിക ജീവനോടെ ഇരിക്കുമ്പോ അതിന് നിന്നെ അനുവദിക്കില്ല. അച്ഛന്റെ കയ്യിൽ നിന്ന് ആദ്യമായി കിട്ടിയ സമ്മാനം, ആ നിമിഷം ഇന്ന് ഓർത്തിരിക്കാൻ രാജു എനിക്ക് തന്നതായിരുന്നു ആ ഫോട്ടോ. മറ്റെന്തിനേക്കാളും ഞാൻ അതിന് വില നൽകുന്നുണ്ടെന്ന് രമ്യക്ക് അറിയായിരുന്നു. ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോയാ എന്റെ മനസ്സ് വിഷമിക്കുമെന്നും രമ്യക്ക് അറിയായിരുന്നു. എന്നോടുള്ള വാശി തീർക്കാൻ, എന്നെ വിഷമിപ്പിക്കാൻ രമ്യ മനഃപൂർവ്വം എടുത്തോണ്ട് പോയതാ എന്റെ അച്ഛന്റെ ഫോട്ടോ. ഋതിക മാഡം, ഇങ്ങനെ കരയരുതെന്ന് ഞാൻ എത്ര തവണ ഋതിക മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഋതിക മാഡം വിഷമിക്കല്ലേ. ഞാൻ ആ 10 ലക്ഷം തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. വർമ്മ സാറിന്റെ ഫോട്ടോയും ഋതിക മാഡത്തിന്റെ ഓർണമെന്റ്സും നമുക്ക് തിരിച്ച് രമ്യയുടെ കയ്യിൽ നിന്നും വാങ്ങാം. വർമ്മ സാറിനോടൊപ്പമുള്ള മാഡത്തിന്റെ ആ ഫോട്ടോ, മാഡത്തിന് അതെന്തുമാത്രം പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. സമാധാനിക്കും മാഡം, നമുക്ക് ആ ഫോട്ടോ ഉടൻ തന്നെ തിരിച്ചു വാങ്ങിക്കാം. രാജു, എന്താ ഋതിക മാഡം, പറ. ഒരു കൂട്ടുകാരി എന്നതിനപ്പുറം രാജുവിന്റെ അനിയത്തി ശ്രീലക്ഷ്മിയെ ഞാനും എന്റെ സഹോദരിയെ പോലെ കാണുന്നത്. ഒരുപാട് സ്നേഹിച്ച് മനസ്സിൽ ആഗ്രഹിച്ച ആളിന് പിരിയേണ്ടി വരുന്ന വിഷമം എന്താണെന്ന് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും. ആ വിഷമം ശ്രീലക്ഷ്മിക്ക് ഉണ്ടാകാതിരിക്കാനും എന്നും ശ്രീ സന്തോഷമായിട്ടിരിക്കാനോ ഞാൻ. ഹരീഷ് മനസ്സിൽ നന്മയുള്ളവന്, അവന് ശ്രീ എന്ന് വെച്ച ജീവനാ. തമ്മിൽ പ്രണയിക്കുന്ന അവര് ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ രാജു ശരി? ഋതിക മാഡം പറയുന്നൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഞാൻ അവളുടെ ചേട്ടന് എന്ന് വെച്ചാ അച്ഛന്റെയും അമ്മയുടെയും ഉത്തരവാദിത്തങ്ങൾ ഉള്ളയാൾ. എന്റെ അനിയത്തിയുടെ വിവാഹം ഒരു ആശുപത്രിയില് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നടന്ന എനിക്ക് എങ്ങനെയാ മാഡം ഉൾക്കൊള്ളാനാവുന്ന? ഹരീഷിന്റെ കൂടെ ജീവിക്കുന്നതാണ് അവൾക്ക് വേണ്ടതെങ്കിൽ പിന്നെ മാഡത്തിനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? മാഡം അവളുടെ ഇഷ്ടത്തിന് കൂട്ടുനിന്നു, അത്രേ ഉള്ളൂ. എനിക്ക് വിഷമമൊന്നുമില്ല മാഡം, ഒക്കെ അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. രാജു, വിവാഹം എന്ന് പറഞ്ഞ അതൊരു കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും അഭിമാനത്തിന്റെ കാര്യം മാത്രമല്ല. ഒരായുസ് മുഴുവൻ ഒരുമിച്ച് ജീവിച്ചോളാന്ന് രണ്ട് മനുഷ്യ ഹൃദയങ്ങൾ തമ്മിൽ നടത്തുന്ന ഒരു ഉടമ്പടിയാ. വിവാഹകാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരുമിച്ച് ജീവിക്കേണ്ട ഹൃദയങ്ങൾക്ക്. ഹലോ, ആ അതെ, ആണോ? എല്ലാം സെറ്റായോ? എങ്കിൽ ഞാൻ രാവിലെ തന്നെ എത്താം. എന്താ രാജു, ആരാ വിളിച്ചേ? ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു മാഡം. ദിവ്യയുടെ DNA റിപ്പോർട്ട് നാളെ രാവിലെ ആശുപത്രി ചെന്നാൽ കയ്യിൽ കിട്ടും. റിപ്പോർട്ടില് റിസൾട്ട് എന്താണെന്ന് പറഞ്ഞോ രാജു? കുഞ്ഞിന്റെ അച്ഛൻ അവൻ തന്നെ, ദീപക്. ദീപകിന്റെ സ്വഭാവം ഇത്രയ്ക്ക് മോശമായിരുന്നു.
എന്തായാലും ഇത് എത്രയും വേഗം അംബിക മേഡത്തിന് അറിയിക്കണം. അല്ലെങ്കിൽ ചിലപ്പോ ദീപക്കും അതിന്റെ ഒപ്പം അംബിക മേഡവും ആ വീടിന് പുറത്താവും. ഹലോ. ആ ഹലോ അംബിക മേഡം, ഒരു പ്രശ്നമുണ്ട്. എന്താ രമി, എന്താ പ്രശ്നം? അംബിക മേഡത്തിന്റെ വാക്ക് കേട്ട് ഇവിടെ എന്റെ ചേട്ടന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഒരുപാട് പ്രശ്നമായിരിക്കുക. എന്നിട്ടും അംബിക മേഡത്തിനോട് ഇക്കാര്യം വിളിച്ചു പറയാനുള്ള മനസ്സ് ഈ രമ്യ കാണിച്ചു. എത്രയും പെട്ടെന്ന് മകനെ സേഫ് ആക്കാനുള്ള വഴി എന്താന്ന് വെച്ചാൽ ആലോചിക്കേ. അമ്മേ, അമ്മേ വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വയ്ക്കേ. എന്താ അമ്മേ, എന്താ പ്രശ്നം? ദീപകേ, നീ ഒരിക്കൽ എന്നോട് പറഞ്ഞില്ലേ, നീ ഒന്ന് വിളിച്ച നിനക്ക് വേണ്ടി ഓടിയെത്തുന്ന ബോംബെയിൽ നിന്റെ സുഹൃത്തുക്കളെ കുറിച്ച്? ഉവ്വ്, പറഞ്ഞിരുന്നു. എന്താ അമ്മേ? അവരിപ്പോ എവിടെയുണ്ട്? നീ ഇപ്പൊ വിളിച്ച അവർക്ക് ഈ നാട്ടിലെത്താൻ എത്ര സമയം വേണം? ഞാനൊന്ന് ചോദിക്കട്ടെ അമ്മേ. അല്ല, എന്താ അമ്മേ പ്രശ്നം? അത് ഞാൻ പറയാം, ആദ്യം നീ അവരെ വിളിക്കേ. हेलो, हाँ भाई, कैसा है? हाँ हाँ, मैं अभी घर में हूँ. അമ്മേ, അവന്മാരിവിടെ ചെന്നൈയിലുണ്ട്. ഇപ്പൊ അവൻ തിരിച്ചാൽ നാളെ പുലർച്ചെ അവരിങ്ങെത്തും. അവരോട് വേഗം പുറപ്പെടാൻ പറ. അമ്മേ, हाँ जल्दी निकलाओ, मैं लोकेशन भी भेजता हूँ. ठीक है. എന്താ അമ്മേ, എന്താ പ്രശ്നം? ഒരാളെ കൊല്ലാൻ നിന്റെ മസൂദ് ഭായിക്ക് എത്ര കൊടുക്കണം? അതൊരു 10-25 ലക്ഷം ചെലവാവും. അല്ല, ആരെ കൊല്ലാൻ അമ്മേ? അമ്മ എന്തൊക്കെയായി പറയുന്നേ? ദിവ്യയുടെ വയറ്റിൽ വളരുന്നത് നിന്റെ കുഞ്ഞാണെന്ന് തെളിയിക്കാനുള്ള DNA റിപ്പോർട്ട് നാളെ അവന്റെ കയ്യിലെത്തും. ആ രാജുവിന്റെ. അവനെ നമുക്കിനി ഈ ഭൂമിയിൽ വെച്ച് വാഴിക്കണോടാ? വേണ്ട അമ്മേ, വേണ്ട. ഒന്നുകിൽ ആ റിപ്പോർട്ട് അവൻ വാങ്ങാൻ പോകുന്ന വഴി, അല്ലെങ്കിൽ തിരിച്ചാ റിപ്പോർട്ടുമായിട്ട് അവൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവനെ നടു റോഡിലിട്ട് തീർക്കണം. ആ DNA റിപ്പോർട്ടുമായി അവൻ പ്രതാപന്റെ മുന്നിൽ എത്തരുത്. അവനെ തീർക്കാൻ എന്തിനാ അമ്മേ മസൂദ് ഭായ്? അതിന് ഞാൻ പോരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.